ബ്യൂട്ടിഫുൾ സോൾസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ റീഡിങ്ങിലേക്ക് പോവാണ്. അപ്പം നിങ്ങളുടെ എനർജി ആയിട്ട് മാച്ച് ചെയ്യുന്നവർ മാത്രം ഇത് കാണുക, അല്ലാത്തൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് റിലീസ് ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വൈറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും, ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ വളരെ കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു ഫേസിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പെയിൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെയിൻ ആണ്, അതല്ലെങ്കിൽ അത് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക ആ ഒരു ഫീലിങ്സിനെ വെച്ചാൽ അതും പറയാൻ പറ്റില്ല. ഒരു മൊത്തത്തിൽ ഒന്നും ഇല്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ മൊത്തത്തിൽ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥ, അതല്ലാതെ അല്ലെങ്കിൽ ഞാൻ ഈ വേൾഡിൽ എന്തിനാണ് നിൽക്കുന്നത്, അങ്ങനെയൊക്കെ ഒരുപാട് നിങ്ങൾക്ക് പറയാൻ പറ്റാത്ത തരത്തിലൊരു ഇമോഷണലി അല്ലെങ്കിൽ മെന്റലി ഫിസിക്കലി ഒക്കെ ഒരു അവസ്ഥയിൽ കൂടെയാണ് ഇപ്പോൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ റീഡിങ്ങിൽ കാണുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ജീവിതത്തിൽ ഒരാളോട് വളരെ ഇഷ്ടപ്പെട്ടിരുന്നു, നല്ല രീതിയിലൊരു ബന്ധമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ആ ഒരു പേഴ്സണായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനോ ആൻസേഴ്സോ ഒന്നും തന്നെ തരുന്നില്ല. ഞാൻ എന്തിനാണ് ഈ ഒരു വ്യക്തിനെ സ്നേഹിച്ചത്, ഞാൻ എന്തിനാണ് ഇങ്ങനെ ആയത്, അങ്ങനെയൊക്കെ ഒരു 100,000 ചോദ്യങ്ങളും നിങ്ങളുടെ മൈൻഡിലുണ്ട്. ഇവിടെ ഫീൽ ചെയ്യുന്ന ഒരു കണക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇത് ഒരു സ്റ്റേബിൾ അല്ല, പക്ഷെ ഒരു ഇഷ്ടമുണ്ട്, പക്ഷെ ഇത് എക്സ്പ്രസ് ചെയ്യുന്നില്ല. ഒരു ബോണ്ട് ഉണ്ട്, പക്ഷെ ആ ഒരു ബോണ്ട് ശരിക്കും പറഞ്ഞാൽ എവിടേക്കോ കുടുങ്ങി കിടക്കുക. അത് ബ്രേക്ക് ആയിട്ടൊന്നുമില്ല, പക്ഷെ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് നമുക്കിവിടെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ആ ഒരു ബോണ്ടിൽ എന്തൊക്കെയോ വള്ളികൾ ഒക്കെ ചുറ്റിപ്പെട്ട് കിടക്കുന്ന പോലെ എന്തൊക്കെയോ കാര്യങ്ങൾ ആ ഒരു ബോണ്ടിൽ കുടുങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മൈൻഡ് ഇപ്പോൾ റെസ്റ്റ് എടുക്കുന്നില്ല, നിങ്ങൾ വളരെയധികം ഡിസ്റ്റർബ്ഡ് ആണ്. നിങ്ങൾ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് മൂവ് ഓൺ ചെയ്യാൻ, പക്ഷെ നിങ്ങൾ എപ്പോഴൊക്കെ മൂവ് ഓൺ ചെയ്യാൻ പോകാനും നിങ്ങൾ വീണ്ടും ഈ ഒരു സ്ഥലത്തോട്ട് തന്നെ തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ ശരിക്കും പറയാൻ പറ്റും, ഈ ഒരു കണക്ഷൻ്റെ അകത്ത് ഒരാൾ ഇമോഷണലി ഒട്ടും അൺഅവൈലബിൾ അല്ല. അവർക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് ലവ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ലവ് ചെയ്തില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളോട് ഇഷ്ടമില്ല എന്ന് നമ്മളിവിടെ പറയുന്നില്ല, പക്ഷെ അവർ ഇപ്പോൾ ഫുള്ളി അവർ എക്സ്പ്രസ് ചെയ്യുന്നില്ല. പക്ഷേ ഏതെങ്കിലും ഒരു ടൈമിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ അവരൊരുപാട് നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ചെന്നപ്പോൾ എന്താ പറയുക, ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ വേറെ എന്തൊക്കെയോ കാര്യത്തിൽ അയാൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ എന്തൊക്കെയോ കാര്യങ്ങൾ അയാളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയോ തരത്തിൽ അയാൾ ആരൊക്കെയോ, എനിക്ക് തോന്നുന്നു നമുക്ക് ഇപ്പോഴത്തെ ഒരു എനർജി വെച്ച് ഫീൽ ചെയ്യുന്ന വെച്ചാൽ ആ ഒരു പേഴ്സണ് നമുക്ക് ഒരു ബ്ലാക്ക് മാജിക് എനർജി, അതല്ല എങ്കിൽ ഒരു സ്പിരിറ്റ് അറ്റാക്ക് എങ്കിൽ അതുപോലെ, അല്ലെങ്കിൽ അതേ രീതിയിൽ അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. അതായത് അയാൾ എന്തിനോ കണ്ട് പേടിച്ച് ഓടിക്കൊണ്ടിരിക്കണം, അതേപോലത്തെ ഒരു എനർജിയാണ് നമുക്ക് പറയാൻ പറ്റും. അതെല്ലാം നിങ്ങളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടോ അങ്ങനെയല്ല, അയാൾ അതല്ലാതെ ആ ഒരു പേഴ്സന്റെ ജീവിതത്തിൽ വേറൊരു തേർഡ് പാർട്ടി ഉണ്ടെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ എന്തിനൊക്കെയോ അയാൾ ഭയപ്പെടുന്നു, എവിടുന്നൊക്കെയോ ഓടിപ്പോകാൻ ശ്രമിക്കുന്നു, എന്തൊക്കെയോ അയാളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ആ ഒരു പേഴ്സൺ മെന്റലി ഒട്ടും സ്റ്റേബിൾ അല്ല. മനസ്സിലായി. ഇപ്പൊ നിങ്ങളോടും അല്ലെങ്കിൽ ഇപ്പോൾ വേറെയുള്ള ആൾക്കാരോടൊക്കെ കുറച്ചുകൂടെയൊക്കെ ഓക്കെ ആയിട്ട് കാണിക്കുന്നു, ഉള്ളിൽ അയാൾ ഒരുപാട് അത് നിങ്ങൾ ഇഷ്ടമില്ല അല്ലെങ്കിൽ കൂടെ ഉള്ളവർ ഇഷ്ടമില്ല അങ്ങനത്തെ ഒരു എനർജിയിലല്ല, എന്തൊക്കെയോ ഒരു ഡിസ്റ്റർബൻസ്. മേ ബി അയാൾക്ക് രാത്രി കാലങ്ങളിലൊക്കെ ഈ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളോ അല്ലെങ്കിൽ അതേപോലുള്ള കാര്യങ്ങളൊക്കെ കാണുമോ അല്ലെങ്കിൽ എടുക്കുക, അങ്ങനത്തെയൊക്കെ ഒരു എനർജീനെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു എനർജിയുടെയും ആ ഒരു ഇൻഫ്ലുവൻസും അതൊക്കെ കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും അത് തന്നെ അയാളുടെ ജീവിതത്തിന്റെ ഓരോ കാര്യത്തിൽ നിന്നൊക്കെ അയാൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവർ സൈലന്റ് ആവുന്നുണ്ട്. അവർ തന്നെ ഇങ്ങനെ കാണുന്ന ഇങ്ങനത്തെ സിറ്റുവേഷനിൽ കൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കാര്യങ്ങൾ എന്തൊന്നും മനസ്സിലാവാത്തതുകൊണ്ട് നിങ്ങളെ തന്നെ ചോദ്യങ്ങൾ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ അതായത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്ത് തെറ്റാണ് നിങ്ങൾ ചെയ്തത്, അതല്ല എങ്കിൽ ഇതിന്റെ സത്യം എന്താണ് എന്നൊക്കെ മൊത്തത്തിൽ അവര് വേറൊരു ആംഗിളിൽ ചിന്തിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിവിടെ നിങ്ങളുടെ മൈൻഡിന് ഇയാൾ സ്നേഹിക്കുന്നില്ല, അല്ല എടുക്കുന്നില്ല, അങ്ങനത്തെ ഒരു രീതിയിൽ നിങ്ങളെ തന്നെ ബ്ലെയിം ചെയ്ത് അവർക്ക് ഇഷ്ടമുണ്ടായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്ത് നിങ്ങളും ഇമോഷണലി ഇങ്ങനെ ട്രബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ ഇവർ ഹാപ്പി അല്ല. പക്ഷേ ഇവർ എന്താ പറയുക, ഇവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മിസ് ചെയ്യുന്ന പോലെ തന്നെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ നിങ്ങളോട് അത് പറയുന്നില്ല, എടുക്കുന്നില്ല. അതിനുള്ളൊരു കറേജ് ഇപ്പോൾ അവർക്കില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു എനർജിയിലും അവർ
കാണാൻ വയ്യാത്ത തരത്തിലുള്ള എന്തോ ഒരു എനർജിയിലും ഒക്കെ പെട്ട് ഒരു ട്രാപ്പ് അല്ലെങ്കിൽ ഒരു ലൂപ്പിൽ പെട്ട് കിടക്കുന്ന പോലെ അവർ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ഈഗോ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അവരുടെ ഫിയർ കാര്യങ്ങൾ പിന്നെ ഒരുപാട് കൺഫ്യൂഷൻസ് ഒക്കെ ഈ ഒരു എനർജിക്ക് ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണ് നിങ്ങളിലേക്ക് വരാനും അത് തന്നെയല്ല നിങ്ങളിൽ മാത്രമല്ല അവർക്ക് വേണ്ട എല്ലാ കാര്യത്തിലും അവർക്ക് ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ ബ്ലോക്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഒരുപാട് ഒരു മെസ്സേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൈനോ അല്ലെങ്കിൽ എന്ന് തിരിച്ചു വന്നിരുന്നെങ്കിലൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു എനർജി വെച്ചിട്ട് അത് കുറച്ച് ഡിലേ ആണ്. റിട്ടേൺ ഉണ്ടാവാം, പക്ഷേ അത് സ്റ്റേബിൾ ആവില്ല. മനസ്സിലായോ? ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾ ചിലപ്പോൾ മെസ്സേജ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുമ്പോൾ ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യും അവർ റെസ്പോണ്ട് ചെയ്യാവുന്ന ചിലപ്പോൾ ഇരിക്കില്ലായിരിക്കാം. പക്ഷേ അവരുടെ ആ ഒരു ട്രിഗറിങ് കൂടുമ്പോഴായിരിക്കാം അവർ മാറിപ്പോകുന്നത്. പക്ഷേ ഏതെങ്കിലും ഒരു തരത്തിൽ ചിലപ്പോൾ ഒരു റെസ്പോണ്ട് ചെയ്താലും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അങ്ങ് സ്റ്റേബിളായിട്ട് പോകുന്ന ആ രീതിയിലോട്ട് വരില്ല. ഈ ഒരു സമയത്ത് അത് വരില്ല. ഇപ്പോൾ യൂണിവേഴ്സായിട്ട് ഒരു ചാൻസ് തരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഒന്നെങ്കിൽ ഈ ഒരു ലൂപ്പിൽ തന്നെ നിൽക്കുക, അതല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്ത് നിങ്ങൾ പുറത്തേക്ക് വരാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളോട് തന്നെ പറയുന്നത് വെച്ചാൽ സ്നേഹം മാത്രമല്ല, അത് സ്നേഹിക്കണമെങ്കിൽ നല്ല എഫേർട്ട് എടുക്കണം, എല്ലാ കാര്യത്തിലും വ്യക്തമായിട്ടൊരു ക്ലാരിറ്റി വേണം, അതുപോലെ തന്നെ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ ഇതൊക്കെയാണ് ഒരു റിലേഷൻഷിപ്പിന് നമ്മൾ നോർമൽ രീതിയിൽ എല്ലാവരും കൊണ്ടുപോകുന്നത്. ഒന്നും ഇവിടെ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമുക്ക് കാണുന്നില്ല എന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷെ എന്താ പറയാ, ഇപ്പൊ അതിന്റെ ഇത് കുറവാണ്. അപ്പൊ നിങ്ങൾക്ക് ഓവറായിട്ട് അവരോട് ഒരു അറ്റാച്ച്മെന്റ് കൂടുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ അവർക്ക് അറ്റാച്ച്മെന്റ് ഇല്ല എന്നല്ല, അവർക്കുണ്ട്. പക്ഷെ ഇത്രയും വിധത്തിൽ നിങ്ങളിപ്പോൾ ഓവർ അറ്റാച്ച്ഡ് ആണ് അവരിലോട്ട്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പേഴ്സണിന്റെ ആ ഒരു റിയാലിറ്റിയിൽ കാണാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന മെമ്മറീസും തോട്ട്സും അതൊക്കെ നിങ്ങൾ റിഫ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളും വേറെ ഏതോ ഒരു മൈൻഡിൽ ചില സമയത്ത് ആകും. മേ ബി ഒരു മാജിക് നിങ്ങൾക്കും ചിലപ്പോൾ രണ്ടുപേരും സ്പ്ലിറ്റ് ആക്കാൻ വേണ്ടി ആരെങ്കിലും കളിച്ചിട്ടുള്ളതായിരിക്കാം. ചിലപ്പോൾ അതിൻ്റെ ആ ഒരു വാങ്ങൽ നിങ്ങൾക്കും ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളും വേറെ ഏതൊരു മായാലോകത്ത് ചിലപ്പോൾ പെട്ട പോലെയൊക്കെ തോന്നും. അപ്പോൾ അവിടെ നിങ്ങളെ തന്നെ ചോദ്യം ചെയ്യും. നിങ്ങൾക്ക് ഇമോഷണലി ഉള്ള ആ ഒരു സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട, നിങ്ങൾക്ക് ഈ പാറ്റേൺ ബ്രേക്ക് ചെയ്ത് നിങ്ങൾക്ക് വെളിയിലോട്ട് വരണമെങ്കിൽ നിങ്ങളുടെ ആ ഒരു സെൽഫ് വർത്ത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് എന്ന്, നിങ്ങൾക്ക് പറ്റും, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ നോക്കുക. പിന്നെ നിങ്ങൾ എല്ലാവരുമായിട്ട് ഒരു ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഇമോഷണലി നല്ല രീതിയിൽ സ്ട്രെങ്ത് ആവാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റും, നിങ്ങൾ ഇവിടെ ഒരു ലെസൺ പഠിക്കാതെ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ വീണ്ടും ഇപ്പോൾ ഞാൻ ഓക്കെ ആണ്, ഞാൻ മാറുന്നു, ഓക്കെ എന്നൊക്കെ എത്രയൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ ഈ ഒരു ലെസൺ പഠിക്കാതെ നിങ്ങൾ മൂവ് ഓൺ ചെയ്താലും ഈ ഒരു പാറ്റേൺ പിന്നെയും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് എന്താണ് പഠിച്ചത്, അതല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇഷ്ടമുണ്ട്, പക്ഷേ ഏതൊക്കെയോ അത് മേ ബി നമുക്ക് പാസ്റ്റ് ലൈഫ് റീഡിങ്ങിന് എടുക്കണം. അപ്പോൾ ഇതിൻ്റെ പാസ്റ്റ് ലൈഫ് റീഡിങ് ഞാൻ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്യുന്നതാണ്, അപ്ലോഡ് ചെയ്യുന്നതാണ് ഉടൻ തന്നെ. അപ്പോൾ ഒരു പാസ്റ്റ് ലൈഫ് റീഡിങ് എടുക്കേണ്ടിയിരിക്കുന്നു. കാരണം വെച്ചാൽ ഏത് ടൈപ്പ് റിലേഷൻ ആണ്, ഇത് എങ്ങനെയാണ് വരുന്നത്, കാർമിക്കാണോ സോൾമേറ്റ് ആണോ. അപ്പോൾ ഇതിങ്ങനെ വരുന്നതുകൊണ്ട് മേ ബി ഒരു കാർമിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്നും നിങ്ങൾ ഈ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്ത് വെളിയിൽ വരിക. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഹീൽ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബെറ്റർ കണക്ഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് വരും. ഹീലിങ്ങിന് താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് ഹീലിംഗ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യാം. നിങ്ങൾ എന്തൊക്കെ തരത്തിലായാലും നിങ്ങൾ നല്ല രീതിയിൽ, ഈവൻ ഹീലിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ മെഡിറ്റേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളൊന്നും ചെയ്യാതെ നിങ്ങൾ പഴയതിനെ തന്നെ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും ആ സെയിം പാറ്റേൺ. ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞ് പെട്ടെന്നൊരു ദിവസം വിളിക്കാനോ എടുക്കാനോ തോന്നും, നിങ്ങൾ കയറി വിളിക്കുന്നു, അവർ ചിലപ്പോൾ സംസാരിക്കും, അത് കഴിഞ്ഞ് പിന്നീട് അവർ സംസാരിക്കില്ല, വീണ്ടും നിങ്ങൾ പഴയ പോലെ താഴത്തേക്ക് പോകും, അവിടെ കിടന്ന് വീണ്ടും വിഷമിക്കും, സങ്കടപ്പെടും, വീണ്ടും ആ സെയിം പാറ്റേൺ വരും. അവിടെ നിന്ന് നിങ്ങൾ ഒരു വിധത്തിൽ പതുക്കെ ഇമോഷണലി സ്റ്റേബിളായിട്ട് വരും, വീണ്ടും നിങ്ങൾക്ക് തോന്നും. അങ്ങനെ ഈ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് വരും. മനസ്സിലായോ? ഈ ഒരു റീഡിംഗ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, ഇതൊരു വാർണിംഗ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ എടുക്കുക. അവർ തിരിച്ചു വരില്ല എന്ന് നമ്മൾ പറയുന്നില്ല, അവർക്ക് ഇഷ്ടമുണ്ട് ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ അവർ തിരിച്ചു വന്നാൽ അവർ ഈ ഒരു സെയിം പേഴ്സൺ ആയിട്ട് തന്നെയായിരിക്കും വരുന്നത്. അവർ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. മനസ്സിലായോ? അവർ സെയിം ഇതിൽ തന്നെ വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കാണ് പ്രോബ്ലം ഉണ്ടാവുന്നത്. പേഴ്സൺ ചേഞ്ച് ആണെങ്കിൽ അവർക്ക് അതിനെപ്പറ്റി ഒരു ധാരണ വേണം, അല്ലെങ്കിൽ അവർ അതിനു വേണ്ടി എഫേർട്ട് എടുക്കണം. അതല്ലെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ഇഷ്ടങ്ങൾ, അതിന്റെ ആ ഒരു ആക്ഷൻ അവർ
കാണിക്കണം. അപ്പോൾ ഇത് ഏത് തരത്തിൽ മേ ബി കാർമിക് ആണെങ്കിൽ ചിലപ്പോൾ അങ്ങനെയൊന്നും കാണിക്കാനുള്ളൊരു ചാൻസും ഇല്ല. അതായത് ലെസൺ പഠിക്കേണ്ടത് കൊണ്ട് തന്നെ. അപ്പോൾ അവർ അതൊന്നും കാണിക്കില്ല, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ചേഞ്ച് ആവാനും പോലും അവർ ആ സെയിം പേഴ്സൺ ആയിട്ട് തന്നെയായിരിക്കും നിങ്ങളിലേക്ക് വരുന്നത്. ഒരു യൂണിവേഴ്സ് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലവ് ആണോ വേണ്ടത്, അതല്ലെങ്കിൽ ഈ പെയിനെ നിങ്ങൾ എന്താ പറയുക, ആ പെയിനെ നിങ്ങൾ ഫെമിലിയർ ആയതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ നിന്ന് അത് വീണ്ടും വീണ്ടും അനുഭവിക്കുകയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നൊരു ചോദ്യം കൂടെ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് യൂണിവേഴ്സൽ എനർജിയിൽ നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഡിസൈഡ് ചെയ്യേണ്ടത്. കാര്യം എന്ന് വെച്ചാൽ ഇനിയും നിങ്ങൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ സെയിം പാറ്റേൺ വരും. നിങ്ങൾക്ക് ഇമോഷണലി ഫിസിക്കലി മെൻ്റലി ഒക്കെ നിങ്ങൾക്ക് ട്രബിൾ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക, നിങ്ങൾ ഇവിടെ നിൽക്കണോ അതോ ഈ ഒരു ഇവിടെ നിന്ന് ഹീൽ ചെയ്ത് നിങ്ങൾ വെളിയിലേക്ക് വരണോ വേണ്ടയോ എന്ന്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇവിടെ റീഡിങ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പാസ്റ്റ് ലൈഫ് റീഡിങ് നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഇടുന്നതാണ്. അപ്പോൾ നാളെ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് മൈ ബ്യൂട്ടിഫുൾ ഫാമിലി.